തീർച്ചയായും ദിവ്യ, അങ്ങനെ തന്നെയാണ്. അടിയന്തരമായി അപ്പീൽ നൽകാനാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങൾ കാണും, 12:30 മാധ്യമങ്ങൾ കാണുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏറെ സങ്കീർണമായ വിഷയമാണ് നിലവിൽ ഉള്ളത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ വിദ്യാർത്ഥികളുടെ ഭാവി പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമിതിയെ വെച്ച് ഇക്കാര്യം പഠിക്കാനും അത് പഠിച്ചതിനു ശേഷം കൂടുതൽ ദിവസങ്ങൾ എടുത്താണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഇത് പ്രവേശന പരീക്ഷ കൺട്രോൾ ആണ് ഇക്കാര്യത്തിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉൾപ്പെടെ ഇക്കാര്യം ചർച്ച ചെയ്താണ് അവസാനം റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലും എത്തിയത്. പക്ഷേ അത് വീണ്ടും സങ്കീർണമായ നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം. CBSE വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഇക്കാര്യത്തിൽ നേരത്തെ അജ്മൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഏകീകരണം ഉണ്ടാക്കി എന്നതിന് അപ്പുറം ഈ നിയമപരമായി നേരിടാനും നിയമപരമായി ഇതിന് ഒരു ബലം നൽകുന്ന നിലയിലുമുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നുള്ള വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി വിധി അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. ഈ വിദ്യാർത്ഥികളുടെ ഭാവി കൂടി പരിഗണിച്ചുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഏത് തരത്തിൽ ആകും, ഈ ഹൈക്കോടതി ഇപ്പോൾ മാർക്ക് ഏകീകരണം ശരിയല്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഫോർമുല ഇപ്പോൾ ഉണ്ടാക്കും എന്നുള്ളതാണ് സർക്കാരിനുള്ള പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു മാർക്ക് ഏകീകരണം നടത്തിയത് ശരിയല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ പഠിച്ച കുട്ടികൾക്കും അഡ്മിഷൻ വരുമ്പോൾ മലയാളം സിലബസിൽ പഠിച്ച കുട്ടികൾക്കും മറ്റ് സിലബസുകളിൽ പഠിച്ച കുട്ടികൾക്കും അത് അഡ്മിഷൻ ലഭിക്കുന്ന ആളുകളുടെ പരിഗണന എങ്ങനെയായിരിക്കും എന്നുള്ളതിലാണ് ഇപ്പോൾ കോടതി ഒരു ആശയ വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ CBSE വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നവും അതാണ്. കേരള സിലബസിൽ പഠിച്ച കുട്ടികളും ഒപ്പം തന്നെ CBSE സിലബസിൽ പഠിച്ച കുട്ടികളും തമ്മിലുള്ള മാർക്ക് ഏകീകരണം വരുമ്പോൾ അത് അവർക്ക് ലഭിക്കേണ്ട പ്രയോറിറ്റിക്കപ്പുറം മലയാള സിലബസിൽ പഠിച്ച കുട്ടികൾക്കുള്ള പ്രയോറിറ്റിയായി മാറുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ ഒരു നിയമപ്രശ്നവും ഒപ്പം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടി സ്വീകരിക്കേണ്ട പ്രശ്നവുമായി മാറും. കാരണം ഇക്കാര്യത്തിൽ ഹയർ വിദ്യാഭ്യാസത്തിനുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അഡ്മിഷൻ നടക്കേണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് കേരളത്തിലെ സിലബസുകളിൽ പഠിക്കാൻ ഉൾപ്പെടെ ഉള്ള നീക്കം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പോലും ആശങ്കയിലാക്കുന്ന നിലയിലാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ഈ മാർക്ക് ഏകീകരണം തള്ളിയുള്ള ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത്. ഈ ഫലം വന്നതിന് പിന്നാലെ തന്നെ പ്രവേശന നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നിട്ടില്ലേ? തീർച്ചയായും അത്തരം നടപടികൾ അത് ഏറെ വൈകിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തത്. ഈ പഠിക്കാൻ നിയോഗിച്ചിരുന്ന സമിതി അത് വരാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ചേരുന്നുണ്ട്. CBSE